നമസ്കാരം. ആധുനിക ഇന്ത്യാ ചരിത്രം. നിസ്സഹകരണ പ്രസ്ഥാനവും ഗാന്ധിജിയും. നിസ്സഹകരണ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ദേശീയ നേതാവ് മഹാത്മാഗാന്ധി. നിസ്സഹകരണ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ദേശീയ നേതാവാണ് മഹാത്മാഗാന്ധി. നിസ്സഹകരണ പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം 1920 കൽക്കട്ട പ്രത്യേക സമ്മേളനം. നിസ്സഹകരണ പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം 1920 കൽക്കട്ട പ്രത്യേക സമ്മേളനം. നിസ്സഹകരണ പ്രസ്ഥാനത്തിന് അംഗീകാരം നൽകിയ വാർഷിക കോൺഗ്രസ് സമ്മേളനം നാഗ്പൂർ സമ്മേളനം 1920. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ യൂണിഫോം ഖാദി ആയിത്തീർന്നത് 1921. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ യൂണിഫോം ഖാദി ആയിത്തീർന്നത് 1921. നിസ്സഹകരണ പ്രസ്ഥാനത്തെ സഹായിക്കാനായി തിലക് രൂപീകരിച്ച ഫണ്ട് സ്വരാജ് ഫണ്ട്. നിസ്സഹകരണ പ്രസ്ഥാനത്തെ തുടർന്ന് തങ്ങളുടെ പ്രാക്ടീസ് ഉപേക്ഷിച്ച പ്രഗത്ഭരായ അഭിഭാഷകർ ചിത്തരഞ്ജൻ ദാസ്, മോത്തിലാൽ നെഹ്റു, രാജേന്ദ്ര പ്രസാദ്. നിസ്സഹകരണ പ്രസ്ഥാനത്തിനെ തുടർന്ന് തങ്ങളുടെ പ്രാക്ടീസ് ഉപേക്ഷിച്ച അഭിഭാഷകരാണ് ചിത്തരഞ്ജൻ ദാസ്, മോത്തിലാൽ നെഹ്റു, രാജേന്ദ്ര പ്രസാദ്. നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി രൂപം കൊണ്ട് സ്വദേശി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി രൂപം കൊണ്ട സ്വദേശി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ജാമിയ മിലിയ ഇസ്ലാമിയ സർവകലാശാല, കാശി വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം, ബീഹാർ വിദ്യാപീഠം. അപ്പം നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി രൂപം കൊണ്ട് സ്വദേശി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ജാമിയ മിലിയ ഇസ്ലാമിയ സർവകലാശാല, കാശി വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം, ബീഹാർ വിദ്യാപീഠം. നിസ്സഹകരണ പ്രസ്ഥാനത്തിനെ ഹിമാലയൻ മണ്ടത്തരം എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജി. നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണമായ സംഭവം ചൗരി ചൗര സംഭവം. നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണമായ സംഭവം ചൗരി ചൗര സംഭവം. 1922 ഫെബ്രുവരി 5 ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ ജില്ലയിലെ ചൗരി ചൗര ഗ്രാമത്തിൽ നടന്ന കോൺഗ്രസ് ജാഥയ്ക്ക് നേരെ പോലീസ് വെടിവെച്ചു. തുടർന്ന് ക്ഷുഭിതരായ ജനക്കൂട്ടം പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുകയും 22ഓളം പോലീസുകാരെ അഗ്നിക്ക് ഇരയാക്കുകയും ചെയ്തു. ഹിംസാത്മകമായ ഈ സംഭവം ഗാന്ധിജിയെ വേദനിപ്പിക്കുകയും നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണമാവുകയും ചെയ്തു. അപ്പോൾ 1922 ഫെബ്രുവരി 5 ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ ജില്ലയിലെ ആണ് ചൗരി ചൗര സംഭവം നടന്നത്. സ്വരാജ് പാർട്ടി 1923. നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പെട്ടെന്നുള്ള പിൻവാങ്ങലിനെ തുടർന്ന് കോൺഗ്രസിലുണ്ടായ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ ഫലമായി കോൺഗ്രസിൽ നിന്നും വിട്ടുപോയ നേതാക്കൾ ആരംഭിച്ച സംഘടന സ്വരാജ് പാർട്ടി. സ്വരാജ് പാർട്ടിയിലെ പ്രമുഖ നേതാക്കൾ CR ദാസ്, മോത്തിലാൽ നെഹ്റു, വിതൽഭായ് പട്ടേൽ, ഹക്കീം അജ്മൽ ഖാൻ, മദൻ മോഹൻ മാളവ്യ. സ്വരാജ് പാർട്ടി രൂപീകരിക്കാൻ നേതൃത്വം നൽകിയ പ്രധാന നേതാക്കൾ CR ദാസ്, മോത്തിലാൽ നെഹ്റു. സ്വരാജ് പാർട്ടി രൂപീകരിക്കാൻ നേതൃത്വം നൽകിയ പ്രധാന നേതാക്കൾ CR ദാസ്, മോത്തിലാൽ നെഹ്റു. സ്വരാജ് പാർട്ടി രൂപീകൃതമായത് 1923 ജനുവരി 1. സ്വരാജ് പാർട്ടി രൂപീകരിക്കാൻ തീരുമാനമെടുത്ത സമ്മേളനം ഗയ സമ്മേളനം 1922 ഡിസംബർ. സ്വരാജ് പാർട്ടിയുടെ ആദ്യ സമ്മേളനം നടന്ന സ്ഥലം അലഹബാദ് 1923. സ്വരാജ് പാർട്ടിയുടെ ആദ്യ സമ്മേളനം നടന്ന സ്ഥലം അലഹബാദ്. സ്വരാജ് പാർട്ടിയുടെ ആദ്യ പ്രസിഡന്റ് CR ദാസ്. സ്വരാജ് പാർട്ടിയുടെ ആദ്യ പ്രസിഡന്റ് CR ദാസ്. സ്വരാജ് പാർട്ടിയുടെ ആദ്യ സെക്രട്ടറി മോത്തിലാൽ നെഹ്റു. സ്വരാജ് പാർട്ടിയുടെ ആദ്യ സെക്രട്ടറി മോത്തിലാൽ നെഹ്റു. പ്രവിശ്യകളിലെ വിഭരണത്തെക്കുറിച്ച് പഠിക്കാൻ നിയമിതനായ കമ്മിറ്റി മുദിമാൻ കമ്മിറ്റി. മുദിമാൻ കമ്മിറ്റിയുടെ രൂപീകരണത്തിന് പിന്നിൽ പ്രവർത്തിച്ച പാർട്ടി സ്വരാജ് പാർട്ടി. സൈമൺ കമ്മീഷൻ 1927. ഇന്ത്യയിലെ പുതിയ ഭരണ പരിഷ്കാരങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച കമ്മീഷൻ സൈമൺ കമ്മീഷൻ. സൈമൺ കമ്മീഷൻ രൂപീകൃതമായ വർഷം 1927. സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വന്ന വർഷം 1928 ഫെബ്രുവരി 3. സൈമൺ കമ്മീഷൻ രൂപീകൃതമായ വർഷം 1927. സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വന്ന വർഷം 1928 ഫെബ്രുവരി 3.
സൈമൺ കമ്മീഷൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ഇർവിൻ പ്രഭു. സൈമൺ കമ്മീഷൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ഇർവിൻ പ്രഭു. സൈമൺ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം 7. സൈമൺ കമ്മീഷനിലെ ചെയർമാൻ ജോൺ സൈമൺ. സൈമൺ കമ്മീഷനെ ബഹിഷ്കരിക്കാനുള്ള പ്രധാന കാരണം ഇതിലൊരു ഇന്ത്യക്കാരൻ പോലുമില്ലായിരുന്നു. അപ്പോൾ ഇതിലൊരു ഇന്ത്യക്കാരൻ പോലും ഇല്ലാത്തത് കൊണ്ടാണ് സൈമൺ കമ്മീഷനെ ബഹിഷ്കരിക്കാനുള്ള പ്രധാന കാരണം. സൈമൺ കമ്മീഷനെതിരെ ഇന്ത്യയിൽ ഉയർന്ന മുദ്രാവാക്യം സൈമൺ ഗോ ബാക്ക്. സൈമൺ കമ്മീഷനെതിരെ ലാഹോറിൽ നടന്ന പ്രതിഷേധത്തെ തുടർന്ന് പോലീസിന്റെ അടിയേറ്റ് മരിച്ച നേതാവ് ലാലാ ലജ്പത് റായ്. ലാലാ ലജ്പത് റായിയുടെ മരണത്തിന് കാരണക്കാരനായ ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥൻ സാൻഡേഴ്സണെ വധിച്ച ധീര ദേശാഭിമാനി ഭഗത് സിംഗ്. സൈമൺ കമ്മീഷൻ തിരിച്ചുപോയ വർഷം 1929 മാർച്ച് 3. സൈമൺ കമ്മീഷൻ തിരിച്ചുപോയ വർഷം 1929 മാർച്ച് 3. സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ച വർഷം 1930. ബർദോളി സത്യാഗ്രഹം 1928. ഭൂനികുതി വർധനവിനെതിരെ ഗുജറാത്തിലെ കർഷകർ നടത്തിയ സമരം ബർദോളി സമരം. ബർദോളി സമരത്തിന് നേതൃത്വം നൽകിയത് സർദാർ വല്ലഭായ് പട്ടേൽ. ബർദോളി സമരത്തിന് നേതൃത്വം നൽകിയത് സർദാർ വല്ലഭായ് പട്ടേൽ. ബർദോളി സത്യാഗ്രഹത്തിന് തുടർന്ന് വല്ലഭായ് പട്ടേലിന് സർദാർ എന്ന സ്ഥാനപ്പേര് നൽകിയത് ഗാന്ധിജി. ബർദോളി സത്യാഗ്രഹത്തെ തുടർന്ന് വല്ലഭായ് പട്ടേലിന് സർദാർ എന്ന സ്ഥാനപ്പേര് നൽകിയത് ഗാന്ധിജി. നെഹ്റു റിപ്പോർട്ട് 1928. നെഹ്റു റിപ്പോർട്ടിന്റെ അധ്യക്ഷൻ മോത്തിലാൽ നെഹ്റു. നെഹ്റു റിപ്പോർട്ട് പാസാക്കാൻ കഴിയാത്തതിന് കാരണം വർഗീയവാദികളുടെ എതിർപ്പ്. നെഹ്റു റിപ്പോർട്ട് പാസാക്കാൻ കഴിയാത്തതിന് കാരണം വർഗീയവാദികളുടെ എതിർപ്പ്. നെഹ്റു റിപ്പോർട്ട് സമർപ്പിച്ചത് 1928 ഓഗസ്റ്റ് 10. നെഹ്റു റിപ്പോർട്ടിനെ എതിർത്തുകൊണ്ട് 1929 14 തത്വങ്ങൾക്ക് രൂപം നൽകിയത് മുഹമ്മദ് അലി ജിന്ന. പൂർണ്ണ സ്വരാജ് 1929. കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം 1929 ലാഹോർ സമ്മേളനം. ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു. ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിലെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു. ലാഹോർ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിനെ തുടർന്ന് സ്വാതന്ത്ര്യത്തിന്റെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയത് 1929 ഡിസംബർ 31. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനത്തിനെ തുടർന്ന് ഇന്ത്യയുടെ ആദ്യത്തെ സ്വാതന്ത്ര്യദിനമായി ആഘോഷിച്ചത് 1930 ജനുവരി 26. ലാഹോർ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിനെ തുടർന്ന് സ്വാതന്ത്ര്യത്തിന്റെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയത് 1929 ഡിസംബർ 31. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനത്തെ തുടർന്ന് ഇന്ത്യയുടെ ആദ്യത്തെ സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിച്ചത് 1930 ജനുവരി 26. സിവിൽ നിയമലംഘന പ്രസ്ഥാനം 1930. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഗാന്ധിജി നയിച്ച രണ്ടാമത്തെ ജനകീയ പ്രക്ഷോഭം സിവിൽ നിയമലംഘന പ്രസ്ഥാനം. സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം 1929 ലാഹോർ സമ്മേളനം. സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഗാന്ധിജി നടത്തിയ സമരമാണ് ഉപ്പ് സത്യാഗ്രഹം 1930. ഉപ്പ് സത്യാഗ്രഹ യാത്ര ആരംഭിച്ചത് 1930 മാർച്ച് 12. എവിടെ നിന്നുമാണ് ഗാന്ധിജി ദണ്ഡി കടപ്പുറത്തേക്ക് യാത്ര ആരംഭിച്ചത്? സബർമതി ആശ്രമത്തിൽ നിന്ന്. ഉപ്പ് സത്യാഗ്രഹ യാത്ര ആരംഭിച്ചത് 1930 മാർച്ച് 12 സബർമതി ആശ്രമത്തിൽ നിന്ന്. ദണ്ഡി യാത്രയിൽ ഗാന്ധിജിയെ അനുഗമിച്ച അനുയായികളുടെ എണ്ണം 78. ഗാന്ധിജി ദണ്ഡി കടപ്പുറത്ത് വെച്ച് നിയമലംഘന പ്രക്ഷോഭത്തിന് തുടക്കം കുറിച്ചത് 1930 ഏപ്രിൽ 6. ഗാന്ധിജിയുടെ അറസ്റ്റിന് ശേഷം ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് അബ്ബാസ് തിയാബ്ജി. ദണ്ഡി മാർച്ചിൽ ഗാന്ധിജിയും അനുയായികളും ആലപിച്ച ഗാനം രഘുപതി രാഘവ രാജാറാം. ഇന്ത്യയിലെ കിഴക്കൻ സംസ്ഥാനങ്ങളിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് റാണി ഗെയ്ഡിൻലിയു. വടക്കു പടിഞ്ഞാറൻ പ്രവിശ്യകളിൽ നിയമലംഘന പ്രസ്ഥാനം ശക്തി പ്രാപിച്ചത് ആരുടെ നേതൃത്വത്തിലാണ്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. ഖുദായി ഖിദ്മത്ഗാർ എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ.
ചുവന്ന കുപ്പായക്കാർ എന്ന പേരിലും അറിയപ്പെടുന്ന സംഘടനയാണ് ഖുദായി ഖിദ്മത് ഗാർ. എൽബയിൽ നിന്നും നെപ്പോളിയന്റെ പാരീസിലേക്കുള്ള മടക്കം എന്ന് ദണ്ഡിയാത്രയെ വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസ്. ഗാന്ധിജിയുടെ ദണ്ഡി യാത്രയെ ശ്രീരാമന്റെ ലങ്കയിലേക്കുള്ള യാത്ര എന്ന് വിശേഷിപ്പിച്ചത് മോത്തിലാൽ നെഹ്റു. ദണ്ഡി മാർച്ചിനെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് വിശേഷിപ്പിച്ചത് ഇർവിൻ പ്രഭു. കിൻഡർ ഗാർട്ടൻ സ്റ്റേജ് എന്ന് ഉപ്പു സത്യാഗ്രഹത്തെ വിശേഷിപ്പിച്ചത് എച്ച്.എൻ. ബ്രെയിൽസ്ഫോർഡ്. ഉപ്പു സത്യാഗ്രഹത്തിന്റെ ഭാഗമായി തമിഴ്നാട്ടിൽ തീഷിന പള്ളിയിൽ നിന്ന് വേദാരണ്യം കടപ്പുറത്തേക്ക് മാർച്ച് നടത്തിയത് സി രാജഗോപാലാചാരി. സിവിൽ നിയമലംഘന പ്രസ്ഥാനം താൽക്കാലികമായി നിർത്തിവെക്കാൻ കാരണമായ സന്ധി ഗാന്ധി ഇർവിൻ ഉടമ്പടി 1931. രണ്ടാം വട്ടമേശ സമ്മേളനത്തിന്റെ പരാജയത്തിന്റെ ഫലമായി 1932 ജനുവരിയിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനം പുനഃസ്ഥാപിക്കപ്പെട്ടു. രണ്ടാം വട്ടമേശ സമ്മേളനത്തിന്റെ പരാജയത്തിന്റെ ഫലമായി 1932 ജനുവരിയിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനം പുനഃസ്ഥാപിക്കപ്പെട്ടു. സിവിൽ നിയമലംഘന പ്രസ്ഥാനം ഔദ്യോഗികമായി പിൻവലിച്ചത് 1934. വട്ടമേശ സമ്മേളനങ്ങൾ 1930-32. വട്ടമേശ സമ്മേളനങ്ങൾ നടന്ന സ്ഥലം ലണ്ടൻ. ഒന്നാം വട്ടമേശ സമ്മേളനം നടന്നത് 1930. ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രമുഖ നേതാക്കൾ തേജ് ബഹദൂർ സാപ്രെ, ബി.ആർ. അംബേദ്കർ, മുഹമ്മദ് അലി ജിന്ന. ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് റാംസെ മക്ഡൊണാൾഡ്. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ INCയുടെ പ്രതിനിധീകരിച്ച വ്യക്തി ഗാന്ധിജി. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ INCയെ പ്രതിനിധീകരിച്ച വ്യക്തി ഗാന്ധിജി. സരോജിനി നായിഡു പങ്കെടുത്ത വട്ടമേശ സമ്മേളനമാണ് രണ്ടാം വട്ടമേശ സമ്മേളനം. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേഷ്ടാവായിരുന്നത് മദൻ മോഹൻ മാളവ്യ. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജി പങ്കെടുക്കാൻ കാരണമായ ഉടമ്പടി ഗാന്ധി ഇർവിൻ സന്ധി 1931 മാർച്ച് 5. ഒന്നാം വട്ടമേശ സമ്മേളനം നടക്കുമ്പോൾ വൈസ്രോയി ഇർവിൻ പ്രഭു. 2ഉം 3ഉം വട്ടമേശ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ വൈസ്രോയി വെല്ലിംഗ്ടൺ പ്രഭു ആയിരുന്നു. പുത്രിക രാജ്യപദവി ഉടൻ നൽകണമെന്ന ഗാന്ധിജിയുടെ ആവശ്യം നിരാകരിക്കപ്പെട്ടതോടെ പരാജയപ്പെട്ട സമ്മേളനം രണ്ടാം വട്ടമേശ സമ്മേളനം. മൂന്നാം വട്ടമേശ സമ്മേളനം നടന്ന വർഷം 1932. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന് കാരണമായി തീർന്ന വട്ടമേശ സമ്മേളനം മൂന്നാം വട്ടമേശ സമ്മേളനം. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന് കാരണമായി തീർന്ന വട്ടമേശ സമ്മേളനമാണ് മൂന്നാം വട്ടമേശ സമ്മേളനം. മൂന്നാം വട്ടമേശ സമ്മേളനത്തിനെത്തിയ പ്രതിനിധികളുടെ എണ്ണം 46. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യക്കാർ ബി.ആർ. അംബേദ്കർ, തേജ് ബഹദൂർ സാപ്ര. കമ്മ്യൂണൽ അവാർഡ് 1932. ഇന്ത്യയിലെ പിന്നോക്ക സമുദായക്കാർക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഏർപ്പെടുത്തിയ ആദ്യ പരിഷ്കാരമാണ് കമ്മ്യൂണൽ അവാർഡ്. കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച വർഷം 1932 ഓഗസ്റ്റ് 16. കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി റാംസെ മക്ഡൊണാൾഡ്. കമ്മ്യൂണൽ അവാർഡിനെതിരെ ഗാന്ധിജി ആരംഭിച്ച നിരാഹാര സമരം അവസാനിപ്പിച്ച ഉടമ്പടി പൂന ഉടമ്പടി. ഗാന്ധിജിയും അംബേദ്കറും തമ്മിൽ ഒപ്പുവെച്ച സന്ധി പൂന ഉടമ്പടി 1932. കമ്മ്യൂണൽ അവാർഡിനെതിരെ ഗാന്ധിജി മരണം വരെ നിരാഹാര സത്യാഗ്രഹം നടത്തിയ ജയിൽ യർവാദ ജയിൽ, പൂനെ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 കേന്ദ്രത്തിൽ ഒരു ഫെഡറൽ മാതൃകയിലുള്ള ഗവൺമെന്റ് സ്ഥാപിക്കുന്നതിന് വ്യവസ്ഥ ചെയ്തു. കേന്ദ്രത്തിൽ ഒരു ഫെഡറൽ മാതൃകയിലുള്ള ഗവൺമെന്റ് സ്ഥാപിക്കുന്നതിന് വ്യവസ്ഥ ചെയ്തു. സംസ്ഥാനങ്ങൾക്ക് സമ്പൂർണ്ണ സ്വയംഭരണത്തിന് വ്യവസ്ഥ ചെയ്തു. കേന്ദ്രത്തിൽ ദ്വിഭരണത്തിന് വ്യവസ്ഥ ചെയ്തു. പ്രവിശ്യകളിൽ ദ്വിമണ്ഡല സഭയ്ക്ക് വ്യവസ്ഥ ചെയ്തു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, പബ്ലിക് സർവീസ് കമ്മീഷൻ, ഫെഡറൽ കോടതി എന്നിവ സ്ഥാപിക്കുന്നതിന് വ്യവസ്ഥ ചെയ്തു.
ബർമയെ ഇന്ത്യയിൽ നിന്നും വേർപെടുത്തിയ നിയമം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ബർമയെ ഇന്ത്യയിൽ നിന്നും വേർപെടുത്തിയ നിയമം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ആഗസ്റ്റ് ഓഫർ 1940. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഇന്ത്യക്കാരുടെ പിന്തുണ ലക്ഷ്യം വെച്ചുകൊണ്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് നടത്തിയ പ്രഖ്യാപനം ആഗസ്റ്റ് ഓഫർ. 1940 ആഗസ്റ്റ് 8-ാം തീയതി ഈ വാഗ്ദാനം നടത്തിയത് ലിൻ ലിത്ഗോ പ്രഭു. ആഗസ്റ്റ് ഓഫർ അനുസരിച്ച് ഇന്ത്യക്ക് ഡൊമിനിയൻ പദവിയും പ്രാതിനിധ്യ സ്വഭാവമുള്ള ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകി. എന്നാൽ കോൺഗ്രസും മുസ്ലിം ലീഗും ഈ വാഗ്ദാനത്തെ എതിർത്തു. ക്രിപ്സ് മിഷൻ 1942. ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തിയ വർഷം 1942 മാർച്ച് 22. ക്രിപ്സ് മിഷന്റെ ചെയർമാൻ സർ സ്റ്റഫോർഡ് ക്രിപ്സ്. തകർന്ന ബാങ്കിൽ മാറാൻ നൽകിയ കാലഹരണപ്പെട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്രിപ്സ് മിഷനെ. മുസ്ലിം ലീഗ് ക്രിപ്സ് മിഷനെ അംഗീകരിക്കാത്തതിന് കാരണം പാകിസ്ഥാൻ വാദം അംഗീകരിക്കാത്തതിനാൽ. ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ നിന്ന് മടങ്ങിയത് 1942 ഏപ്രിൽ 12. ക്വിറ്റ് ഇന്ത്യ സമരം 1942. ക്രിപ്സ് മിഷന്റെ പരാജയത്തെ തുടർന്ന് കോൺഗ്രസ് ആരംഭിച്ച സമരം ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ എന്ന ആശയം അവതരിക്കപ്പെട്ട ദിനപത്രം ഹരിജൻ. ഗാന്ധിജിയുടെ ക്വിറ്റ് ഇന്ത്യ എന്ന ആശയം അവതരിക്കപ്പെട്ട ദിനപത്രം ഹരിജൻ. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ബോംബെ സമ്മേളനം. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കപ്പെട്ടത് ബോംബെയിലെ ഗോവാലിയ ടാങ്ക് മൈതാനത്ത് വെച്ച്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കപ്പെട്ട ഗോവാലിയ ടാങ്ക് മൈതാനം അറിയപ്പെടുന്നത് ആഗസ്റ്റ് ക്രാന്തി മൈതാനം. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച നേതാവ് നെഹ്റു. ക്വിറ്റ് ഇന്ത്യ എന്ന വാക്കിന് രൂപം കൊടുത്തത് യൂസഫ് മെഹ്റലി. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നൽകിയ മുദ്രാവാക്യം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് 1942 ഓഗസ്റ്റ് 8. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ച ദിവസം 1942 ഓഗസ്റ്റ് 9. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് 1942 ആഗസ്റ്റ് 8. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ച ദിവസം 1942 ഓഗസ്റ്റ് 9. ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത് ഓഗസ്റ്റ് 9. ക്വിറ്റ് ഇന്ത്യ സമര നായിക അരുണ അസഫ് അലി. ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ നിന്ന് വിട്ടുനിന്ന പ്രമുഖ സംഘടനകൾ മുസ്ലിം ലീഗ്, ഹിന്ദു മഹാസഭ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി. കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയത് ഡോക്ടർ കെ.ബി. മേനോൻ. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് മലബാറിൽ നടന്ന പ്രധാന സംഭവം കീഴരിയൂർ ബോംബ് കേസ്. കീഴരിയൂർ ബോംബ് കേസിന് നേതൃത്വം നൽകിയത് ഡോക്ടർ കെ.ബി. മേനോൻ. ക്യാബിനറ്റ് മിഷൻ 1946. ക്യാബിനറ്റ് മിഷൻ 1947. അധികാര കൈമാറ്റ ചർച്ചകൾ ഇന്ത്യൻ നേതാക്കളുമായി നടത്തിയത് ക്യാബിനറ്റ് മിഷൻ. ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ പെത്തിക് ലോറൻസ്, സ്റ്റഫോർഡ് ക്രിപ്സ്, എ.വി. അലക്സാണ്ടർ. ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ പെത്തിക് ലോറൻസ്, സ്റ്റഫോർഡ് ക്രിപ്സ്, എ.വി. അലക്സാണ്ടർ. ക്യാബിനറ്റ് മിഷന്റെ പ്രധാന ശുപാർശ ഇടക്കാല ദേശീയ ഗവൺമെന്റ് രൂപീകരിക്കൽ. 1946 വന്ന ഇടക്കാല ഗവൺമെന്റിന് നേതൃത്വം നൽകിയത് ജവഹർലാൽ നെഹ്റു. 1946 ക്യാബിനറ്റ് മിഷനെ നിയമിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെമന്റ് ആറ്റ്ലി. ഇന്ത്യൻ നാവിക കലാപം 1946. 1946 നാവിക കലാപം നടന്നത് ബോംബെ. നാവിക കലാപത്തിന് സാക്ഷ്യം വഹിച്ച യുദ്ധക്കപ്പൽ HMS താൽവാർ. നാവിക കലാപം നടന്ന സമയത്തെ ഇന്ത്യയിലെ വൈസ്രോയി വേവൽ പ്രഭു. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ അവസാനത്തെ നിയമം ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ബ്രിട്ടീഷ് പാർലമെന്റിൽ അവതരിപ്പിച്ചത് 1947 ജൂലൈ 4. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ബ്രിട്ടീഷ് പാർലമെന്റിൽ പാസാക്കിയത് 1947 ജൂലൈ 18. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നിലവിൽ വന്നത് 1947 ഓഗസ്റ്റ് 15.
ഇന്ത്യൻ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടു കൂടി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെമന്റ് ആറ്റ്ലി 1947 ഫെബ്രുവരി 20 നടത്തിയ പ്രഖ്യാപനമാണ് ആറ്റ്ലി പ്രഖ്യാപനം എന്നറിയപ്പെടുന്നത്. ആറ്റ്ലി പ്രഖ്യാപനത്തിന് ധീരമായ ഒരു കാൽവയ്പ് എന്ന് വിശേഷിപ്പിച്ചത് നെഹ്റു.